ഗുരുവായൂർ കേശവൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? നിലമ്പൂർ കാട്ടിൽ നിന്നും പിടികൂടിയ ഒരു ആനയാണ് കേശവൻ. രാജകുടുംബത്തിൻ്റെ 12ാമത്തെ ആനയായി അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. 1922 നിലമ്പൂരിലെ വലിയ രാജാവ് ഒരു നേർച്ച നിറവേറ്റിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് 10 വയസ്സുള്ള ഈ ആനയെ ദാനം ചെയ്തു. കേശവൻ എന്ന പേരുള്ള ഈ ആന തുടക്കത്തിൽ വികൃതിയും അസ്വസ്ഥനുമായിരുന്നു. എന്നാൽ ക്ഷേത്ര പുരോഹിതന്മാർ അവൻ്റെ ദിവ്യത്വം കണ്ടു. അവരവന് പരിശുദ്ധ വെണ്ണ നൽകുകയും ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പതുക്കെ വികൃതിയായ കേശവൻ ഒരു ദിവ്യാത്മാവായി രൂപാന്തരപ്പെട്ടു. ശാന്തതയും ഭക്തിയും പ്രസരിപ്പിച്ചു. ഒരിക്കൽ ക്ഷേത്രത്തിലേക്ക് ഓടിക്കേറുമ്പോൾ അനങ്ങാൻ കഴിയാത്ത ഒരു നിസ്സഹായനായ കുഷ്ഠരോഗിയെ അവൻ കണ്ടു. ഉപദ്രവിക്കുന്നതിന് പകരം കേശവൻ തുമ്പിക്കൈ കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തി മാറ്റിക്കിടത്തി. 1930കളിൽ നടന്ന പ്രശസ്തമായ ഒരു ക്ഷേത്ര ആനയോട്ടത്തിൽ ഗുരുവായൂരിന് പുറത്ത് പ്രശസ്തി ആർജിച്ച അഘോരി ഗോവിന്ദൻ എന്ന ആനയെ കേശവൻ ഓടിത്തോൽപ്പിച്ചു. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് വഹിക്കാൻ കേശവനെ നിയോഗപ്പെടുത്തി. പിന്നീട് 40 വർഷത്തോളം വേറൊരാനയ്ക്കും ആ അവസരം കേശവൻ കൊടുത്തിട്ടില്ല. ഭഗവാന്റെ തിടമ്പ് വഹിക്കുന്ന ആളുടെ മുന്നിൽ മാത്രമേ തലകുനിച്ച് മുൻകാലുകൾ കൊണ്ട് കയറാൻ കേശവൻ അനുവദിച്ചിട്ടുള്ളൂ. 1976 ഡിസംബർ 2-ന് 72 വയസ്സായപ്പോൾ കേശവൻ അന്തരിച്ചു. അന്ന് ഗുരുവായൂർ ഏകാദശിയായിരുന്നു. ആ ദിവസം മുഴുവൻ അവൻ ഉപവസിക്കുകയും ക്ഷേത്രത്തിൻ്റെ ദിശയിലേക്ക് അഭിമുഖമായി സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നു. അവൻ്റെ കൊമ്പുകൾ ഇപ്പോഴും ക്ഷേത്ര കവാടത്തെ അലങ്കരിക്കുന്നു. 12 അടിയുള്ളൊരു പ്രതിമ അവൻ്റെ സ്മരണയ്ക്കായി നിലകൊള്ളുന്നു. എല്ലാ വർഷവും ഏകാദശിയിൽ ആനകളുടെ രാജാവായ ഗജരാജനെ ആദരിച്ചുകൊണ്ട് ആനകൾ അവനെ ഹാരമണിയിക്കാൻ അണിനിരക്കുന്നു. കേശവൻ്റെ ജീവിതകാലത്തിൽ ഒരാളെപ്പോലും കേശവൻ നോവിച്ചിട്ടില്ല.